നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി MR സ്പോർട്സിൻ്റെ ഒരു ISL ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷ FC തോറ്റ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 10 സീസണുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു വമ്പൻ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തായാലും അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത സീസണിന് വേണ്ടിയുള്ള മുന്നോടിയായി പുതിയ സൈനിങ് നടത്താൻ വേണ്ടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലും അതേപോലെ തന്നെ അതിനു മുമ്പിലത്തെ സീസണിലുമെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച മാർക്കോ ലെസ്കോവിച്ച് എന്ന താരത്തിനെ അടുത്ത സീസണിൽ നിലനിർത്തില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ച് ഏത് ISL ടീമിലേക്ക് പോകുമെന്നാണ് ആരാധകരുടെ ചോദ്യം. നമുക്കറിയാം, മാർക്കോനെ പോലെയുള്ള മികച്ചൊരു ഡിഫൻഡറിനെ മറ്റ് ISL ക്ലബ്ബുകളും ടീമിലെത്തിക്കാൻ ശ്രമം നടത്തും. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും ISL ക്ലബ്ബിൽ തന്നെ മാർക്കോയിനെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു വെട്ടിക്കെട്ട് താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയിരിക്കുകയാണ്. ഒരു വമ്പൻ സ്കോട്ടിഷ് താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിരിക്കുകയാണ്. എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ അടുത്ത സീസണിലേക്കുള്ള കലാപരിപാടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. മാർക്കോ ലെസ്കോവിച്ചിനെ പോലെ തന്നെ മറ്റൊരു സ്കോട്ടിഷ് താരമാണ് ഇപ്പോൾ ടീമിലേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റൂമറുകൾ ഇപ്പോൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അടുത്ത സീസണിലേക്കുള്ള റൂമറുകൾ ഇപ്പോഴേ വരാൻ തുടങ്ങി. ഇത് റൂമർ മാത്രമാകാനും സാധ്യതയില്ല. ചിലപ്പോൾ ഈ താരത്തിനെ സൈൻ ചെയ്യിക്കാനും സാധ്യതയുണ്ട്. ടോം എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഡിഫൻഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഈ 33-കാരനെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുകയാണെങ്കിൽ അതൊരു മികച്ച സൈനിക തന്നെയായിട്ട് മാറുമെന്ന് ഉറപ്പിക്കാം. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും തോറും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക് യു.